ഹായ് ഗൈസ്. ബിഗ് ബോസിന്റെ ഒരു എലിക്കണി ടാസ്ക് എന്ന് ഞാൻ പറഞ്ഞതാട്ടോ. കാരണം എനിക്ക് അങ്ങനെ തോന്നി. നമ്മൾ എലികളെയൊക്കെ പിടിക്കാൻ വേണ്ടി ഒരു കെണി വെക്കൂലേ, അതുപോലെ മത്സരാർത്ഥികൾക്ക് ഒരു കെണി വെച്ചിട്ട് കാത്തിരിക്കുകയാണ് ബിബി. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ 4 ലക്ഷം രൂപ പുറത്ത്, മെയിൻ ഗേറ്റിന്റെ പുറത്ത് ഒരു വണ്ടിയിൽ, ഒരു കാറിൽ 4 ലക്ഷം രൂപ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിൽ 3 പേർക്ക്, മത്സരാർത്ഥികളിൽ 3 പേർക്ക് ഇത് പോയിട്ട് എടുത്തിട്ട് തിരിച്ച് ഇതിൽ കയറണം, ഹൗസിനുള്ളിൽ തിരിച്ച് കയറണം. അത് 1 മിനിറ്റിനുള്ളിൽ കയറിക്കൊള്ളണം. അതാണ് ടാസ്ക്. ആ ടൈം കഴിഞ്ഞിട്ട് കയറിയിട്ടില്ലെങ്കിൽ ആ ആള് പുറത്താവും. അപ്പം അപ്പം ഇതൊരു ഒരു കെണി വെച്ച മാതിരിയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ എലിക്കണി എന്ന് പറഞ്ഞത്. അപ്പം ഇതിന് റെഡിയായിട്ട് വന്നത് ആദില, അക്ബർ, അനുമോൾക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അക്ബറിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആദിലക്ക് ടെൻഷൻ കണ്ടില്ല. കാരണം ആദിലക്ക് ഈ വീക്കിൽ എങ്ങനെയും പുറത്ത് പോകണം. കാരണം പുറത്ത് പോയിട്ട് വേണം നൂറയ്ക്ക് വേണ്ടി PR വർക്ക് ചെയ്യാൻ. കാരണം നൂറ ടോപ്പ് 5-ലെത്തും. ഫിനാലെ ടിക്കറ്റ് കിട്ടിയ ഒരു കുട്ടിയാണ്. അപ്പം ആദില അത് മനസ്സിൽ വെച്ചിട്ടാണ് ഇപ്പം കളിക്കുന്നത്. ആദിലക്ക് എങ്ങനെയെങ്കിലും പുറത്ത് ചാടണം. കാരണം നൂറന്നെ ഫൈനലിൽ എത്തിക്കണം. അതാണ് ആദിലിന്റെ ഇപ്പോ ഒരൊറ്റ വിചാരമുള്ളത്. അപ്പോൾ ഇവർ 3 പേരും ബസറടിക്കുന്നു, 3 പേരും പുറത്തോട്ട് ഓടുന്നു. 3 പേരും ഒരു പ്ലാൻ ഉണ്ടാക്കി കേട്ടോ. പുറത്ത് പോകുന്നതിന്റെ മുന്നേ ഒരാള് ഫ്രണ്ട്, ഒരാള് സെന്റർ, ഒരാള് ബാക്ക്. അക്ബറിനാണ് ഡിക്കി നോക്കണം എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ 3 പേരും വളരെ വിദഗ്ധമായിട്ട് അത് ചെയ്തിട്ടോ. ഒരു 45 സെക്കൻഡിൽ അവർ ഉള്ളിലേക്ക് കയറി, തിരിച്ചുള്ളിലേക്ക് കയറി. അപ്പൊ അവർ കൗണ്ട് ചെയ്തുകൊണ്ടാണ് അവര് ഓടിയത്. 1, 2, 3 ഇങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ട് ഓടിയിട്ട് ഒരു 45. പക്ഷെ അത് തെറ്റായിരുന്നു. എന്നാലും അവര് 1 മിനിറ്റിനുള്ളിൽ തന്നെ തിരിച്ചു കയറി. അപ്പം ആദില എടുത്തത് 20,000 ആദിലക്ക് അത്രേ കിട്ടിയുള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ കിട്ടിയത് അനുമോൾക്കാണ്, 1,40,000. 60,000 അക്ബറിനും കിട്ടി. അങ്ങനെ ആ ടാസ്ക് അവിടെ ഇത് കഴിഞ്ഞു. പിന്നെ അത് ഇവര് 3 പേരും അത് ഒരുമിച്ചൊരു പ്ലാൻ ചെയ്തുകൊണ്ട് 3 പേരും കൂടി വിധിച്ചെടുക്കാനാണ് സാധ്യത. അപ്പം ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ഒരു ടാസ്ക് ആയിരുന്നു. നല്ല രസമുള്ള ഒരു ടാസ്ക്. കാരണം ഒരു പ്രേക്ഷകരെയും ഒരു ടെൻഷൻ ആക്കിയ ഒരു ടാസ്ക് ആയിരുന്നു. എന്താവും, എന്ത് സംഭവിക്കും എന്നുള്ള നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹൗസിലുള്ള മറ്റ് മത്സരാർത്ഥികൾക്കും ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബിഗ് ബോസും കൂടെ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. നിങ്ങൾ മറ്റ് മത്സരാർത്ഥികളോട് യാത്ര പറഞ്ഞിട്ട് എന്താ പറയാനുള്ളതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അവർ യാത്രയൊക്കെ പറഞ്ഞിട്ടാ പോകുന്നത്. അതിലെ പറയുന്നുണ്ട്, നല്ല ഡ്രസ്സൊക്കെ ഇടാ, ചിലപ്പോൾ ഉള്ളിൽ കയറാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിലങ്ങ് പോകാലോ എന്ന്